ആലുവയിൽ 4 വയസ്സുകാരിയെ കൊലപ്പെടുത്തിയ അമ്മയുമായി ഇപ്പോൾ പോലീസ് തെളിവെടുപ്പ് നടത്തുകയാണ്. അതിൻ്റെ തത്സമയ ദൃശ്യങ്ങളാണ് കാണുന്നത്. കൊലപ്പെടുത്തിയ അമ്മയ്ക്ക് മാനസിക പ്രശ്നങ്ങളില്ലെന്നാണ് അന്വേഷണ സംഘം കണ്ടെത്തിയത്. കുഞ്ഞിനെ ഭർത്തൃ സഹോദരൻ ലൈംഗികമായി പീഡിപ്പിച്ചു വിവരവും അറിയില്ലെന്നാണ് അമ്മയുടെ മൊഴി. മുൻപ് കൊലപാതക ശ്രമം നടത്തിയിട്ടില്ലെന്നും പ്രതിക്ക് ആത്മവിശ്വാസക്കുറവുണ്ടെന്നും പോലീസ് പറഞ്ഞപ്പോൾ അമ്മയുമായി പോലീസ് തെളിവെടുപ്പ് നടത്തുകയാണ്. അതിൻ്റെ തത്സമയ ദൃശ്യങ്ങളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. പീഡനക്കേസിൽ പ്രതിക്കായി പോലീസ് അമ്മയുടെ പിതാവിൻ്റെ സഹോദരൻ ചെറിയച്ഛനായി കസ്റ്റഡി അപേക്ഷ പോലീസ് നൽകുമെന്ന വിവരങ്ങൾ കൂടി വരുന്നുണ്ട്. ഏതായാലും ആലുവയിലെ 4 വയസ്സുകാരിയെ കൊലപ്പെടുത്തിയ പുഴയിലേക്ക് എറിഞ്ഞ് കൊലപ്പെടുത്തിയ അമ്മയുമായി പോലീസ് തെളിവെടുപ്പ് നടത്തുകയാണ്. അതിൻ്റെ വിവരങ്ങളുമായി ഇപ്പോൾ അർച്ചന ചേരുന്നുണ്ട് കൊച്ചിയിൽ നിന്ന്. അർച്ചന, വലിയ തരത്തിലുള്ള ഒരു പ്രതിഷേധം, ഒരുപക്ഷെ നാട്ടുകാർക്കൊക്കെ വലിയ വിഷമത്തിലായിരുന്നു. നമ്മൾ കണ്ടതാണെന്ന് ദൃശ്യങ്ങളിൽ നിലവിളിച്ചു കൊണ്ടുവന്ന നാട്ടുകാരുടെ ഒരു വലിയ കൂട്ടം അവിടെ ഉണ്ടായിരുന്നു. ഒരു അമ്മയ്ക്ക് എങ്ങനെ ചെയ്യാൻ കഴിഞ്ഞു, ഈ കുഞ്ഞിനെ ഇങ്ങനെ കൊലപ്പെടുത്താൻ കഴിഞ്ഞു എന്നുള്ള ചോദ്യങ്ങൾ. ഏതായാലും ഇപ്പോൾ തെളിവെടുപ്പിൻ്റെ ഭാഗമായി എവിടേക്കാണ് കൊണ്ടുവന്നിരിക്കുന്നത്, മറ്റു വിവരങ്ങൾ എന്താണ്? സിജു, ഇപ്പോൾ മൂഴിക്കുളം പാലത്തിൽ, അതായത് കൊലപാതകം നടന്ന സ്ഥലത്താണ് ഇപ്പോൾ പ്രതിയെ എത്തിച്ച് തെളിവെടുപ്പ് നടത്തുന്നത്. പ്രതിയെ നടന്ന് ഈ പാലത്തിലേക്ക് എത്തിച്ച് തെളിവെടുക്കുകയാണ്. നൂറുകണക്കിന് ആളുകളാണ് ഇവിടെ എത്തിയത്. കാരണം അന്ന് നമുക്കറിയാം, ഈ സംഭവം നടക്കുമ്പോൾ ആളുകളെല്ലാം തന്നെ ഇവിടെ ഉണ്ടായിരുന്നു, പലരും ദൃക്സാക്ഷികളാണ്. അപ്പോൾ ഇങ്ങനെ പ്രതിയെ എത്തിക്കുന്നുണ്ടെന്ന് അറിഞ്ഞിട്ട് നിരവധി ആളുകൾ ഇങ്ങോട്ടേക്ക് എത്തുന്നുണ്ട്. അത്രമാത്രം ക്രൂരമായാണ് ഈ കുഞ്ഞിനോട് ഈ കൊലപാതകം നടക്കുകയും ചെയ്യുന്നത്. എന്തായാലും ഇപ്പോൾ ഈ മൂഴിക്കുളം പാലത്തിൽ എത്തിച്ച് എങ്ങനെയാണ് ഈ കൃത്യം നടത്തിയത് എന്നാണ് പോലീസ് ചോദിച്ചറിയുന്നത്. വിശദമായ ചോദ്യം ചെയ്തതിനു ശേഷമാണ് ഇപ്പോൾ മൂഴിക്കുളം പാലത്തിലേക്ക് എത്തിച്ച് തെളിവെടുപ്പ് നടത്തുന്നത്. പ്രതിയെ നടന്ന് ഇത്തരത്തിൽ ഓരോ കാര്യങ്ങളും പോലീസ് വിശദീകരിക്കുകയാണ്. ഈ പാലത്തിൽ നിന്നാണ് കുഞ്ഞിനെ ഇവർ താഴേക്ക് ഇട്ടത്. ശേഷമാണ് കുഞ്ഞിത്തരത്തിൽ വലിയ തിരച്ചിലിനൊടുവിലാണ് കുഞ്ഞിനെ പിന്നീട് കണ്ടെത്താൻ കഴിഞ്ഞത്. കുട്ടിയുടെ മൃതദേഹം കണ്ടെത്താൻ കഴിഞ്ഞതും മണിക്കൂറുകൾ നീണ്ട തിരച്ചിൽ, അന്നത്തെ രാത്രി നമുക്ക് ഓർത്തെടുക്കുമ്പോൾ മണിക്കൂറുകൾ നീണ്ട തിരച്ചിലാണ് അന്ന് കുട്ടിക്ക് വേണ്ടി നടത്തിയിരുന്നത്. ആദ്യഘട്ടത്തിൽ അമ്മ ഇങ്ങനെ മൊഴി നൽകുകയായിരുന്നു. കുഞ്ഞിനെ പാലത്തിന് മുകളിൽ നിന്ന് താഴേക്ക് ഇട്ടുവെന്ന് മൊഴി നൽകുകയായിരുന്നു. തുടർന്ന് പോലീസും സംഘവും എല്ലാം തന്നെ അർച്ചനയാണ് കൊച്ചിയിൽ നിന്നുള്ള വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ആലുവയിലെ 4 വയസ്സുകാരിയുടെ കൊലപാതകത്തിലെ പ്രതി അമ്മയുമായി മൂഴിക്കുളം പാലത്തിൽ, കുഞ്ഞിനെ പുഴയിലേക്ക് എറിഞ്ഞ മൂഴിക്കുളം പാലത്തിലെത്തി പോലീസ് തെളിവെടുപ്പ് നടത്തുകയാണ്. നേരത്തെ നിരവധി നാട്ടുകാരാണ് ഈ പ്രദേശത്ത്, ഈ മൂഴിക്കുളം പാലത്തിനടുത്ത് തിങ്ങിക്കൂടുകയും ചെയ്തത്. പോലീസ് മതിയായ സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. ഏതായാലും ഭർത്തൃ വീട്ടുകാർ കുഞ്ഞിനെ വല്ലാതെ സ്നേഹിച്ചിരുന്നു എന്നുള്ളതാണ് തൻ്റെ പ്രതികാരത്തിനിടയാക്കിയതെന്നാണ് അമ്മ പോലീസിനോട് പറഞ്ഞെന്നുള്ള മൊഴികളാണ് പുറത്തു വരുന്നത്. മാത്രമല്ല, ഈ പിതൃ സഹോദരൻ ചെറിയച്ഛൻ കുഞ്ഞിനെ പീഡിപ്പിച്ചിരുന്നു എന്നുള്ള വിവരം തനിക്ക് അറിയില്ലായിരുന്നു എന്നുകൂടിയാണ് മാതാവ് പോലീസിന് മൊഴി നൽകുകയും ചെയ്തത്. ഏതായാലും വലിയ ജനക്കൂട്ടമാണ് മൂഴിക്കുളം പാലത്തിൽ അവിടെ എത്തിച്ചേർന്നിട്ടുള്ളത്. വലിയ തരത്തിലുള്ള പ്രതിഷേധങ്ങൾ ഈ അമ്മയ്ക്കെതിരെ ഉയരുകയും ചെയ്യുന്നുണ്ട്. മൂഴിക്കുളം പാലത്തിനാണ് 3:30 അങ്കണവാടിയിൽ നിന്ന് വിളിച്ചു കൊണ്ടുവന്നതിന് ശേഷം കുഞ്ഞിനെ പുഴയിലേക്ക് എടുത്ത് എറിയുകയായിരുന്നു. രാത്രി 2 മണിയോടുകൂടിയാണ് പിന്നീട് കുഞ്ഞിൻ്റെ മൃതദേഹം കണ്ടെത്തുകയും ചെയ്തത്. പിന്നീട് പോസ്റ്റ്മോർട്ടത്തിലാണ് കുഞ്ഞ് ക്രൂരമായ പീഡനത്തിന് ഇരയായെന്ന വിവരങ്ങൾ കൂടി പുറത്തു വരികയും ചെയ്തത്. ഇപ്പോൾ അമ്മയുമായി ഈ മൂഴിക്കുളം പാലത്തിൽ പോലീസ് തെളിവെടുപ്പ് നടത്തുകയാണ്. അതിൻ്റെ തത്സമയ ദൃശ്യങ്ങളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. കേരളം ഞെട്ടിപ്പോയ വാർത്തയാണ്. അമ്മ കുഞ്ഞിനെ കൊലപ്പെടുത്തുന്നു, പിന്നീട് അറിയുന്നു കുഞ്ഞ് കൊല്ലപ്പെടുന്ന അതേ ദിവസവും ചെറിയച്ഛനാൽ ക്രൂരപീഡനത്തിനിരയായി എന്നുള്ള വാർത്ത കൂടി. കുഞ്ഞിനോട് ചെയ്ത ക്രൂരതകൾ ഓർത്ത് വിലപിക്കുകയാണ്. നിലവിൽ ഈ അമ്മയുമായി തെളിവെടുപ്പ് മൂഴിക്കുളം പാലത്തിൽ പോലീസ് എത്തി തെളിവെടുപ്പ് നടത്തുകയാണ്. വലിയ പോലീസ് സുരക്ഷാ സന്നാഹത്തോടു കൂടിയാണ്. ഇപ്പോൾ തെളിവെടുപ്പ് പൂർത്തിയാക്കിയ ശേഷം പാലത്തിലെത്തിച്ച് കുഞ്ഞിനെ എറിഞ്ഞ എങ്ങനെയാണെന്ന് പോലീസിനോട് വിശദീകരിച്ചു. അതിനുശേഷം ഇപ്പോൾ പോലീസ് വാഹനത്തിലേക്ക് അമ്മയെ കയറ്റിയിട്ടുണ്ട്. അതിനുശേഷം പോലീസ് ഇവരെ കൂടുതൽ ചോദ്യം ചെയ്യലിനായി കൊണ്ടുപോകുന്നു. തെളിവെടുപ്പിനായി മറ്റു സ്ഥലങ്ങളിലേക്ക് കൂടി കൊണ്ടുപോകുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏതായാലും രാവിലെ മുതൽ തന്നെ ഈ തെളിവെടുപ്പിനായി സന്ധ്യയെ മാതാവിനെ അവിടെ കൊണ്ടുവരുന്നു എന്നറിഞ്ഞ് വലിയ തരത്തിലുള്ള നാട്ടുകാർ അവിടെ തിങ്ങിക്കൂടിയിരുന്നു. അന്ന് തന്നെ ഈ കുഞ്ഞിൻ്റെ മൃതദേഹം കാണാൻ നാട്ടുകാരായ നിരവധി പേരാണ് അവിടെ എത്തിച്ചേരുകയും ചെയ്തത്. അർച്ചന ഒരിക്കൽ കൂടി ചേരുകയാണ്. അർച്ചന, ഏതായാലും തെളിവെടുപ്പ് അവിടെ പൂർത്തിയായി കഴിഞ്ഞിരിക്കുന്നു. മൂഴിക്കുളം പാലത്തിലെത്തി കുഞ്ഞിനെ എറിഞ്ഞ അതേ സ്ഥലത്ത് ഒരമ്മയുടെ കരളലിയിക്കുന്ന തരത്തിലുള്ള പെരുമാറ്റം, കേരളം നടുങ്ങിയ വാർത്ത, കുഞ്ഞിനെ എറിഞ്ഞ അതേ സ്ഥലത്ത് കൊണ്ടുവന്ന് തന്നെ ഇപ്പോൾ തെളിവെടുപ്പ് നടത്തിയിരിക്കുന്നു. പോലീസിനോട് വിശദീകരിക്കുകയും ചെയ്തു അമ്മ. എന്താണ് വിവരങ്ങൾ കൂട്ടിച്ചേർക്കാൻ കഴിയുന്നത്? സിജു, അല്പസമയം മുൻപ് തെളിവെടുപ്പ് പൂർത്തിയാക്കി പ്രതിയെ കൊണ്ട് നേരെ സ്റ്റേഷനിലേക്കായി പോയത്. കൃത്യമായി എന്താ സംഭവിച്ചതെന്ന്
പ്രതി വിശദീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. നിരവധി നാട്ടുകാർ ഇത്തരത്തിൽ പ്രതിഷേധവുമായി എത്തിയിട്ടുണ്ട്. കാരണം അന്ന് ഈ ക്രൂരമായ കൃത്യം നടക്കുമ്പോൾ നാട്ടുകാരെല്ലാം ദൃക്സാക്ഷികളാണ്. അവരെല്ലാം തന്നെ ഇവിടെ ഉണ്ടായിരുന്നു. അവർ തന്നെയാണ് ഇത്തരത്തിൽ ഇവിടെ ഒത്തുകൂടുകയും അത്തരത്തിൽ പ്രതിക്കെതിരെ വലിയ പ്രതിഷേധം സംഘടിപ്പിക്കുകയും ചെയ്തത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് പെട്ടെന്ന് തന്നെ തെളിവെടുപ്പ് പൂർത്തിയാക്കി അന്വേഷണ സംഘം പ്രതിയുമായി ചെങ്ങമനാട് പോലീസ് സ്റ്റേഷനിലേക്ക് പോയത്. എന്തായാലും അന്ന് എന്താണ് സംഭവിച്ചതെന്ന് പ്രതി കൃത്യമായി പോലീസിന് വിശദീകരിച്ചിട്ടുണ്ട്. മാത്രമല്ല ഈ ചോദ്യം ചെയ്യലിൽ അന്ന് നടന്ന കാര്യങ്ങളെല്ലാം തന്നെ വിശദീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. ശേഷമാണ് ഈ സംഭവ സ്ഥലത്തെത്തിച്ച് തെളിവെടുപ്പ് പൂർത്തിയാക്കിയിരിക്കുന്നത്. ഇനി വീട്ടിലടക്കം ഈ തെളിവെടുപ്പ് നടക്കാനുണ്ട്. എന്തായാലും ഇന്ന് ഇവിടെ മാത്രമായിരിക്കും തെളിവെടുപ്പ്. ശേഷം കൂടുതൽ ചോദ്യം ചെയ്തതിന് ശേഷമായിരിക്കും ഭർത്തൃ വീട്ടിലടക്കം എന്തായാലും തെളിവെടുപ്പ് ഉണ്ടാകുക. ഈ മൂഴിക്കുളം പാലത്തിലാണ് ഈ സംഭവം നടക്കുന്നത്. ഇവിടെ എത്തിച്ചാണ് ഇത്തരത്തിൽ കുട്ടിയുമായി കാര്യങ്ങൾ ഈ പ്രതിയുമായി എന്താണെന്ന് സംഭവിച്ചതെന്ന കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞത്. ഇപ്പോൾ നിരവധി നാട്ടുകാർ സംഭവം അറിഞ്ഞ് ഇങ്ങോട്ടേക്ക് എത്തുന്നുമുണ്ട്. നിരവധി ആളുകൾ ഇത്തരത്തിൽ പ്രതിഷേധിക്കുകയും ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് പെട്ടെന്ന് തന്നെ തെളിവെടുപ്പ് പൂർത്തിയാക്കുകയും ചെയ്തത്. അന്ന് രാത്രി ഈ പാലത്തിന് മുകളിൽ നിന്നാണ് കുഞ്ഞിനെ താഴേക്ക് ഇടുകയും ചെയ്തത്. തുടർന്നാണ് ഇത്തരത്തിൽ അവർ കാര്യങ്ങൾ പറയുകയും ചെയ്തത്. ഇപ്പം നിരവധി ആളുകൾ ഇത്തരത്തിൽ പ്രതിഷേധവുമായി ഇവിടെ എത്തുന്നുണ്ട്. എന്താണ് ഇവരെല്ലാം തന്നെ അന്ന് സമയത്തും ഒക്കെ ഇവിടെ അന്ന് എത്ര മണിക്കാണ് ഈ കുഞ്ഞിനെ ഈ അമ്മ ഈ മൂഴിക്കുളം പാലത്തിൽ നിന്ന് താഴേക്കിട്ടത്? പോലീസിനോട് എത്ര മണി കിട്ടുമെന്നാണ് പറഞ്ഞത്? വൈകിട്ടോടെയാണ് കുട്ടിയെ കാണാനില്ല എന്നൊരു പരാതി ലഭിക്കുന്നത്. ശേഷം ഏകദേശം ഒരു 10 മണിയോടെയാണ് കുട്ടിക്കായുള്ള തിരച്ചിൽ ഊർജിതമാക്കിയത്. ശേഷം അമ്മ തന്നെയാണ് ഇത്തരത്തിൽ പാലത്തിന് മുകളിൽ നിന്ന് കുഞ്ഞിനെ താഴേക്ക് ഇട്ടു എന്ന് പറയുന്നത്. ആദ്യഘട്ടത്തിൽ ഇത്തരത്തിൽ പല രീതിയിലുള്ള കാര്യങ്ങളാണ് അവർ പറഞ്ഞത്. അതുകൊണ്ട് തന്നെ പോലീസിന് വിശ്വാസത്തിലെടുക്കാൻ കഴിഞ്ഞിരുന്നില്ല. പിന്നീട് ഈ പാലത്തിന് മുകളിൽ നിന്നാണ് കുഞ്ഞിനെ താഴേക്ക് ഇട്ടതെന്ന് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ ഇവിടെ എത്തി പോലീസ് പരിശോധിക്കുകയായിരുന്നു. പിന്നീട് മണിക്കൂറുകൾ നീണ്ട തിരച്ചിലിനൊടുവിലാണ് കുഞ്ഞിനെ കണ്ടെത്താൻ കഴിയുകയും ചെയ്തത്. അന്നത്തെ CCTV ദൃശ്യങ്ങൾ അടക്കം പോലീസ് ശേഖരിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇതെല്ലാം അടിസ്ഥാനമാക്കിയാണ് അന്ന് അന്വേഷണം നടത്തുകയും ചെയ്തത്. ശേഷമാണ് ഇവിടെ നിന്നാണ് കുഞ്ഞിനെ താഴേക്കിട്ടതെന്ന് മനസ്സിലാക്കുകയും പോലീസ് പരിശോധിക്കുകയും ഒപ്പം ഇവിടെ നിന്ന് കണ്ടെത്തുകയും ചെയ്തത്. ഇപ്പോൾ ആളുകൾ ഒരുപാട് ഈ പാലത്തിൽ ഇത്തരത്തിൽ പരിശോധന നടത്തുന്നതിന്റെ അടിസ്ഥാനത്തിൽ വരികയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ഈ പ്രതിഷേധം കണക്കിലെടുത്ത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് പൂർത്തിയാക്കി കുഞ്ഞിനെ അങ്കണവാടിയിൽ നിന്ന് ഈ മാതാവ് വിളിച്ചുകൊണ്ടുവരുന്നത്. അതിനുശേഷം 7 മണിയോട് കൂടിയാണ് വീട്ടിലെത്തി കുഞ്ഞിനെ കാണുന്നില്ല എന്ന് ഇവർ അറിയിക്കുകയും ചെയ്തത്. അവിടെ ഈ വലിയ തിരക്കുള്ള സമയത്ത് തന്നെ കുഞ്ഞിനെ ഈ പുഴയിലേക്ക് എറിഞ്ഞു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇപ്പോൾ ദൃശ്യങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത് വലിയ തിരക്കുള്ള മേഖലയാണ്, വാഹനങ്ങൾ നിരന്തരം പൊയ്ക്കൊണ്ടിരിക്കുന്ന ഒരു മേഖലയാണെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. 3:30 ഇതുവഴി തന്നെ കടന്നുപോയി അതേസമയം തന്നെ വാഹനങ്ങളിൽ വരാതിരുന്നൊരു സമയത്ത് പുഴയിലേക്ക് എറിഞ്ഞതാകാം. ഏതായാലും 7 മണിക്ക് മുമ്പ് തന്നെ ഈ മാതാവ് വീട്ടിലെത്തുകയും ചെയ്തിരുന്നു. അതായത് പകൽ സമയത്ത് 3:30-ക്കും 7 മണിക്കും ഇടയ്ക്കുള്ളൊരു സമയത്താണ് കുഞ്ഞിനെ പുഴയിലേക്ക് എറിഞ്ഞത്. പോലീസിനോട് ഈ കൃത്യസമയം വിശദീകരിച്ചിട്ടുണ്ടാകണം ഒരുപക്ഷെ ഈ അമ്മ. തീർച്ചയായും അന്ന് തന്നെ പോലീസിനോട് കാര്യങ്ങൾ പറയുകയും ചെയ്തതാണ്. അതിന്റെ അടിസ്ഥാനത്തിലാണ് പോലീസ് ഇത്തരത്തിൽ ഇവിടെ എത്തി പരിശോധിക്കുകയും ചെയ്തത്. ആദ്യഘട്ടത്തിൽ ഇവരുടെ മൊഴി പരസ്പര വിരുദ്ധമായിരുന്നു. എന്താണ് കൃത്യമായി നടന്നത് നമുക്ക് പറയാൻ കഴിഞ്ഞിരുന്നില്ല. തുടർന്നാണ് വിശദമായി ഇത്തരത്തിൽ CCTV അടക്കം കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിൽ ഇങ്ങനെ ഈ പാലത്തിന് മുകളിൽ എത്തിയതായി കണ്ടെത്തിയത്. മാത്രമല്ല ദൃക്സാക്ഷികൾ ഒരുപാടുണ്ടായിരുന്നു. ഓട്ടോ ഡ്രൈവറുടെ മൊഴിയടക്കം വിവരങ്ങളടക്കം പോലീസ് ശേഖരിച്ചു. തുടർന്നാണ് അവർ ആലുവയിൽ ഭാഗത്തെല്ലാം ഉണ്ടായിരുന്നു എന്ന് പോലീസ് വ്യക്തമാക്കുകയും ചെയ്തത്. എന്തായാലും അന്ന് ഈ തിരച്ചിൽ ഉണ്ടായിരുന്ന ഒരു നാട്ടുകാരൻ നമ്മോടൊപ്പം ഉണ്ട്. കാരണം ഇവിടെ ഒരുപാട് പേര് എത്തുന്നുണ്ട്. ചേട്ടാ അന്ന് എന്താ നാട്ടുകാരുടെ പരിപൂർണ്ണ സപ്പോർട്ടുണ്ടായി. അതായത് ഏതാണ്ട് 8 മണിക്ക് പറഞ്ഞിട്ട് നേരം വിളിക്കുന്നവർ ഇവിടുത്തെ ചെറുപ്പക്കാരും പാർട്ടിക്കാരും എല്ലാവരും പരിപൂർണ്ണ സപ്പോർട്ടുണ്ടായിരുന്നു. പക്ഷേ കുട്ടി എടുത്തിട്ടതാരും കണ്ടില്ല. എടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ രക്ഷിക്കാൻ ശ്രമിച്ചതന്നെ. ഇത് ലാസ്റ്റിന് ഈ വിവരം അറിഞ്ഞത്. പക്ഷേ ഇതുകൊണ്ട് വളരെ മാനസികമായിട്ട് എല്ലാവർക്കും ഭയങ്കര വിഷമമുണ്ട്. പക്ഷേ എന്ത് ചെയ്യാൻ പറ്റും? തിരച്ചിലിന്റെ ഭാഗമായിരുന്നു. ഈ നാട്ടിലെ എല്ലാ ചെറുപ്പക്കാരും പാർട്ടിക്കാരും എല്ലാവരും ഉണ്ടായിരുന്നു. ഒരു 100-500 ആളുകളുടെ ഈ പാലം നിറഞ്ഞൊക്കെയായിരുന്നു. പെരുമഴയത്ത് ഈ മഴയും കൊണ്ടുള്ള ആളുകൾ ഈ സാഹസത്തിന് മുതിർന്നത്. പ്രതി ഇവിടെ എത്തിക്കുന്നുണ്ടെന്ന് അറിഞ്ഞിട്ടാണ് എത്തിയതല്ലേ? അതെ അതെ, പ്രതി ഇവിടെ എത്തിയിട്ട് ഒന്ന് കാണാമെന്ന് വെച്ചവളെ കണ്ടത്. എന്തായാലും കണ്ടു. ഇത്തരത്തിലാണ് നാട്ടുകാർ അന്ന് ഇവിടെ ഉണ്ടായിരുന്നവരാണ്, ഈ തിരച്ചിലിന്റെ ഭാഗമായവരാണ് ഇവരൊക്കെ തന്നെ. ഇവരുടെ നേതൃത്വത്തിലാണ് മണിക്കൂറുകൾ നീണ്ട തിരച്ചിൽ നടത്തുകയും പിന്നീട് കുട്ടിയെ കണ്ടെത്തുകയും ഒക്കെ ചെയ്തത്. അതിനുശേഷം കുട്ടി എന്താണ് സംഭവിച്ചതെന്ന് അവർ വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് ഇത്തരത്തിൽ അന്ന് ഭർത്തൃ വീട്ടുകാരുമായി ഉണ്ടായ സംഭവം അതാണ് ഇത്തരത്തിലൊരു കൊലപാതകത്തിലേക്ക് നയിച്ചതെന്നാണ്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ കാര്യങ്ങൾ പോലീസ് അന്വേഷിച്ചു വരികയാണ്. കാരണം എന്തെങ്കിലും തരത്തിൽ ദുരൂഹതകൾ മറ്റ് ഇതല്ലാതെ, അതായത് ഈ തർക്കമല്ലാതെ മറ്റെന്തെങ്കിലും വിഷയങ്ങൾ ഉണ്ടായിരുന്നോ, അല്ലെങ്കിൽ ഇത് മറ്റാർക്കെങ്കിലും പങ്കുണ്ടോ, ഇതിന് ആസൂത്രണം
നടന്നിട്ടുണ്ടോ കാര്യങ്ങളാണ് പ്രധാനമായും പരിശോധിക്കുന്നത്. എന്തായാലും ഇനി ഏറ്റവും പ്രധാനമായും ഈ പോക്സോ കേസ് പ്രതിയെയും ഇപ്പോൾ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. അയാളെ കൂടി കസ്റ്റഡിയിൽ വാങ്ങിയ ശേഷം ഇത്തരത്തിൽ പോലീസ് ഇരുവരെയും ഒരുമിച്ചിരുത്തി ചോദ്യം ചെയ്യാനുള്ള നടപടിക്രമങ്ങളായിരിക്കും ഇനി ഉണ്ടാകുക. എന്തായാലും ഇനി ഈ വീട്ടിലടക്കം അംഗനവാടിയിലും ഒപ്പം വീട്ടിലും എല്ലാം തന്നെ തെളിവെടുപ്പ് നടത്തേണ്ടതുണ്ട്. കാരണം അന്ന് 3 മണിയോടെ ഈ അമ്മ കുട്ടി അവിടെ നിന്നും പോയി കൂട്ടിക്കൊണ്ട് പോരുകയായിരുന്നു. അവിടെയെല്ലാം തന്നെ തെളിവെടുപ്പ് നടത്തേണ്ടതുണ്ട്. എന്തായാലും ഇന്ന് ആദ്യഘട്ടത്തിൽ തെളിവെടുപ്പ് നടത്തിയത് മൂഴിക്കുളം പാലത്തിലാണ്. കൊച്ചിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. ആലുവയിൽ 4 വയസ്സുകാരിയെ കൊലപ്പെടുത്തിയ അമ്മയുമായി മൂഴിക്കുളം പാലത്തിലെത്തി പോലീസ് തെളിവെടുപ്പ് നടത്തി.